ഇതെന്താണെന്നറിയോ, ഇക്കാൻ്റെ ഉപ്പാൻ്റെ ക്യാഷ് ഇട്ട് വെക്കുന്ന ബോക്സ് ആയിരുന്നു അത്രേ. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ട് ഞാനിത് ആദ്യമായിട്ട് കാണും കേട്ടോ. കണ്ട കേക്ക് ഇങ്ങനെ തട്ട് തട്ടായിട്ട് വെച്ച പോലെ തോന്നും. ഇതിൻ്റെ അടിഭാഗത്താണ് കേട്ടോ ഓപ്പൺ ആക്കുക. ഇതിൻ്റെ താഴെയുള്ളത് ഇക്കാൻ്റെ വല്യമ്മയുടെ, അതായത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൈസയൊക്കെ ഇട്ട് വെക്കുന്ന പെട്ടിയായിരുന്നു. ഉപ്പാക്ക് ഉമ്മ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഈ ചൗച്ചവ് കണ്ടപ്പോൾ ഞാൻ അതേ രീതിയിലൊരു ഉപ്പേരി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ചൗച്ചവ് തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ നടുഭാഗത്തുള്ള കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് കളയാം. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതൊരു കറ വരും, ആ കറ മുഴുവൻ പോകാൻ വേണ്ടിയിട്ടാണ് തുണി വെച്ചിട്ട് തുടക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക്, ചെറുതായി മുറിച്ച വറ്റൽമുളക്, പൊടിയായി അരിഞ്ഞ വലിയുള്ളി, ഒരു പിടി വേപ്പില, ചതച്ചെടുത്ത വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. ചൗച്ചൗവിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാതും കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചൗച്ചവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരല്പം വെള്ളം ചേർത്ത് തീ വളരെ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. അരമുറി തേങ്ങയിൽ 4 പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി വെന്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചൂടോടുകൂടി കഞ്ഞിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാട്ടോ.